നിങ്ങളുടെ ആരോഗ്യം ശരിയായ ദിശയിൽ തന്നെയാണോ പോകുന്നത്? അതോ നമ്മളിന്ന് ഭയക്കുന്ന രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങൾ വരുന്നതിനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിനുണ്ടോ? ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള 4 കോൺസെപ്റ്റുകൾ. ആ കോൺസെപ്റ്റുകളെ അടിസ്ഥാനമാക്കി നമ്മൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ടെസ്റ്റുകളും അതിനനുയോജ്യമായ ചില ടൂൾസും, അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ഒന്നാമത്തെ കോൺസെപ്റ്റ്, നമ്മുടെ ശരീരത്തിൽ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. എന്താണ് ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ? ആദ്യം എന്താണ് ഇൻഫ്ലമേഷൻ നോക്കാം. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകളിൽ ഇൻഫ്ലമേഷനെ കുറിച്ചിട്ടുള്ള ഡെഫിനിഷൻ ഇതാണ്: ഇൻഫ്ലമേഷൻ ഈസ് എ നോർമൽ പാർട്ട് ഓഫ് അവർ ബോഡീസ് റെസ്പോൺസ് ടു ഇഞ്ചുറീസ് ആൻഡ് ഇൻവേഡേഴ്സ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആഘാതമോ ഒരു മുറിവോ അല്ലെങ്കിൽ ഒരു രോഗബാധയോ ഉണ്ടായാൽ നമ്മുടെ ശരീരം അതിനെ പ്രതിരോധിക്കുന്ന വളരെ അക്യൂട്ടായിട്ടുള്ള, വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് സിസ്റ്റത്തിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷൻ്റെ സൂചനകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ആ ഇഞ്ചുറി ഉണ്ടായ സ്ഥലത്തൊരു വേദന ഉണ്ടാവും, അവിടെ ഒരു നിറം മാറ്റം ഉണ്ടാവും, ചിലപ്പോൾ അവിടെ ഒരു നീരുണ്ടാവും, ചിലപ്പോൾ അവിടെ കുറച്ച് ചൂടും ഉണ്ടാവും. ഇതിൻ്റെ അർത്ഥം അക്യൂട്ടായിട്ടുള്ള ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരം എടുത്തു കഴിഞ്ഞു, നമ്മുടെ പ്രശ്നത്തെ അത് പരിഹരിക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ സൂചനയാണ്. ബട്ട് ദർ ഈസ് സംതിങ് കോൾഡ് ക്രോണിക് ഇൻഫ്ലമേഷൻ, അതായത് വളരെ നീണ്ടു നിൽക്കുന്നൊരു ഇൻഫ്ലമേഷനാണ്. എന്താണ് ക്രോണിക് ഇൻഫ്ലമേഷൻ? ക്രോണിക് ഇൻഫ്ലമേഷൻ ഹാപ്പൻസ് വെൻ ദർ ഈസ് നോ ഇഞ്ചുറി ഓർ ഇൻവേഡർ വിച്ച് ക്യാൻ ഹാം അവർ ബോഡി പാർട്ട് ബട്ട് ഇറ്റ് കണ്ടിന്യൂസ് ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ് ഓഫ് ടൈം. വളരെ നാൾ നീണ്ടു നിൽക്കുന്ന ഒന്നിനെയാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ക്രോണിക് ഇൻഫ്ലമേഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അത് പ്രധാനമായിട്ടും ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള വെച്ചിട്ടാണ്. 1 അബ്ഡമിനൽ പെയിൻ, 2 ചെസ്റ്റ് പെയിൻ, 3 ഫെറ്റീഗ് ഓർ ഇൻസോംനിയ, അതായത് ക്ഷീണം അല്ലെങ്കിൽ ഉറക്കത്തിനുള്ള ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ ഫീവർ ഉണ്ടാവാം, ജോയിൻറ്റ് പെയിനോ സ്റ്റിഫ്നെസ്സോ ഉണ്ടാവാം, അല്ലെങ്കിൽ വായിൽ പുണ്ണുകൾ ഉണ്ടാവാം, മൗത്ത് സോഴ്സ് ഉണ്ടാവാം, സ്കിൻ റാഷസ് ഉണ്ടാവാം. ഈവൻ ചില സമയത്ത് അത് ഡിപ്രഷനും ആങ്സൈറ്റിയും അതുപോലത്തെ മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാക്കാം. ചിലപ്പോൾ മലബന്ധം ഉണ്ടാക്കാം, വയറിളക്കം ഉണ്ടാക്കാം, ചിലപ്പോൾ ആസിഡ് റിഫ്ലക്സ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ശരീരഭാരം കൂടുക, അല്ലെങ്കിൽ അകാരണമായ ശരീരഭാരം കുറയുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇങ്ങനെ നീണ്ട ഒരു പട്ടികയാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ സംബന്ധിച്ചുള്ളത്. അപ്പോൾ ഒരു കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കുക: അക്യൂട്ട് ഇൻഫ്ലമേഷൻ ഹീൽസ് ആൻഡ് ക്രോണിക് ഇൻഫ്ലമേഷൻ കിൽസ്. നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെട്ടത് മഹാമാരികൾ മൂലവും അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ മൂലവുമായിരുന്നു. പക്ഷേ ഈ അടുത്ത 100 വർഷത്തിനിടയ്ക്ക് നമ്മളുടെ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് മരണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നോക്കിയാൽ ഇത്തരത്തിലുള്ള ക്രോണിക് ഇൻഫ്ലമേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളാണ്. 1 ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലൂപ്പസ്, സോറിയാസിസ്, അല്ലെങ്കിൽ ആങ്കൈലോസിംഗ് സ്പോണ്ടിലൈറ്റിസ്, അതുപോലെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, രക്തസമ്മർദ്ദം, ക്യാൻസർ, ക്രോൺസ് ഡിസീസ്, അതുപോലത്തെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ആസ്തമ, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് COPD, മെൻ്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സ്, ടൈപ്പ് 2 ഡയബറ്റീസ്, ന്യൂറോ ഡിജനറേറ്റീവ് ഡിസീസ് ആയിട്ടുള്ള അൽസൈമേഴ്സും പാർക്കിൻസൺസും, ഇതെല്ലാം ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസിൻ്റെ പട്ടികയിൽ വരുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മളുടെ ആരോഗ്യത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ മനുഷ്യരാശിയിൽ മരണമുണ്ടാക്കുന്നതിൽ 50% ഈ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസാണ്. നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ളൊരു ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് കണ്ടീഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടർക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. കോമൺ ആയിട്ട് ഇത്തരം ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റാറ്റസിനെ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ലാബ് ടെസ്റ്റുകൾ ഇതൊക്കെയാണ്. 1 ഹൈ സെൻസിറ്റിവിറ്റി C റിയാക്റ്റീവ് പ്രോട്ടീൻ HSCRP എന്ന് പറഞ്ഞ ടെസ്റ്റ്, മറ്റൊന്ന് ഫെറിറ്റിൻ ടെസ്റ്റ്, ഹോമോസിസ്റ്റിൻ, അതുപോലെ തന്നെ തൈറോയ്ഡ് ആൻറ്റിബോഡീസ് ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക, അതുപോലെ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ. ഇത്തരം വേരിയേഷൻസ് ഒക്കെ തന്നെ സൂചന നൽകുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റസ് ഉണ്ട് എന്ന് തന്നെയാണ്. ഒരുപക്ഷെ ചില വ്യക്തമായി കണ്ടുപിടിക്കാവുന്ന, ഡയഗ്നോസ് ചെയ്യാവുന്ന ഒരു രോഗലക്ഷണത്തിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല, ബട്ട് വി ആർ ഇൻ ദാറ്റ് പ്രോസസ്. ഈ ഒരു അവയർനെസ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒന്നാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, നിങ്ങൾ മെറ്റബോളിക്കലി സ്ട്രോങ് ആണോ അതോ മെറ്റബോളിക്കലി വീക്ക് ആണോ എന്നുള്ളത്. എന്താണ് മെറ്റബോളിസം? പ്രത്യേകിച്ച് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ഗ്ലൂക്കോസ് മെറ്റബോളിസമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷകവസ്തുക്കളിൽ ഒന്നാണല്ലോ അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ്.
ആൻഡ് കാർബോഹൈഡ്രേറ്റ് ഈസ് ഫൈനലി ബ്രേക്ക് ഡൗൺസ് ടു ഫോം ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ രക്തത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ വളരെ എഫിഷ്യൻ്റായിട്ട് ഈ ഗ്ലൂക്കോസിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കോശങ്ങളിൽ എത്തിച്ച് അതിനെ എനർജിയാക്കി മാറ്റി ശരീരം എത്ര ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു എന്നതിനെയാണ് ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്ന പല ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും അത് പ്രധാനമായിട്ടും ഗ്ലൂക്കോസ് മെറ്റബോളിസം ഇമ്പയർഡ് ആണ് അല്ലെങ്കിൽ ഡിസ്ഫങ്ഷൻ ആണ് എന്നുള്ളതിൻ്റെ സിംറ്റംസ് ആണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഡയബറ്റീസ് ഒരു മോശമായ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൻ്റെ സൂചനയാണ്. നിങ്ങളുടെ ശരീരത്തിലെ ട്രൈഗ്ലിസറൈഡ്സ് ലെവൽ കൂടുന്നുണ്ടെങ്കിൽ അതും പുവർ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൻ്റെ സൂചനയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് സൂചനകളാണുള്ളത്. നമ്മുടെ ശരീരത്തിലെ ഫാറ്റി ലിവർ ഉണ്ടാകുന്നതും ഡയബറ്റീസ് ഉണ്ടാകുന്നതും ടൈപ്പ് 3 ഡയബറ്റീസ് ആയിട്ടുള്ള ഡിമെൻഷ്യ എല്ലാം മെറ്റബോളിക് ഡിസ്ഫങ്ഷൻസാണ്. നമ്മുടെ ശരീരം മെറ്റബോളിക്കലി സ്ട്രോങ് ആണെന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? അഥവാ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തോ അസ്യൂം ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല എന്ന് പറയേണ്ടി വരും. മെറ്റബോളിക് സ്റ്റാറ്റസ് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ലാബ് ടെസ്റ്റുകൾ ഇതൊക്കെയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽസ്. പ്രധാനപ്പെട്ട കാരണം ഇൻസുലിനാണ് നമ്മുടെ ശരീരത്തിലെ മാസ്റ്റർ ഗ്ലൂക്കോസ് മെറ്റബോളിക് ഹോർമോൺ. അപ്പോൾ ഇൻസുലിൻ എത്ര എഫിഷ്യൻ്റ് ആണെന്ന് കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ ഒന്നാമത്തെ ടെസ്റ്റ് ഫാസ്റ്റിംഗ് ഇൻസുലിൻ. 2 ഹോമ IR. നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന ടെസ്റ്റാണ് ഹോമ IR. 3 A1C HbA1c. 3 മാസത്തെ ശരാശരി വാല്യൂ ആണ്. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിനടുത്തൊരു ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങളുടെ ഇപ്പോഴത്തെ ട്രൈഗ്ലിസറൈഡ്സ് ലെവൽ. 4, 5 യൂറിക് ആസിഡ് ലെവൽസ്. യൂറിക് ആസിഡ് ഒരു മെറ്റബോളിക് മാർക്കറാണ്. 6 തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ്. അപ്പോൾ ഈ 6 ടെസ്റ്റുകൾ കൂടി നിങ്ങളുടെ ഇപ്പോഴത്തെ മെറ്റബോളിക് സ്റ്റേറ്റസ് അറിയുന്നത് തീർച്ചയായിട്ടും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, ആർ യു എഡ്യൂക്കേറ്റ്ലി മസിൽഡ് ഓർ ആർ യു അണ്ടർ മസിൽഡ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ ശരീരഘടന പ്രകാരം ആവശ്യത്തിന് പേശികളുണ്ടോ, എസ്പെഷ്യലി സ്കെലിറ്റൽ മസിൽസ്, അസ്ഥികളോട് ചേർന്നിട്ടുള്ള പേശികൾ ആവശ്യാനുസരണം ഉണ്ടോ, അതോ പേശികളുടെ അളവ് കുറവാണോ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഷെയർ ചെയ്യാം. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് എൻ്റെ ശരീരഭാരം ഏകദേശം 600-700 ഗ്രാമോളം വർദ്ധിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല എൻ്റെ BMI കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് നിരാശ തോന്നാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷം തോന്നി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് ആകസ്മികമായിട്ട് സംഭവിച്ചതല്ല. സംഭവിച്ചതിൻ്റെ പുറകിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അല്ല, തുടങ്ങി എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ ശരീരത്തിൻ്റെ ഘടന ആദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കണം. ഒരു നല്ല പ്രിസൈസ് ആയിട്ടുള്ളൊരു ബോഡി കോമ്പോസിഷൻ അനലൈസർ ഉണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിലുള്ള ശരീരഭാരത്തിൽ എത്ര കിലോഗ്രാമാണ് പേശികൾ, ആ പേശികൾ എവിടേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത്തരമൊരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സസൈസിനെ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. അത്തരത്തിലൊരു ഡിസൈനിൽ കൂടെയാണ് ആക്ച്വലി എൻ്റെ ശരീരത്തിൽ ഞാൻ ഈ പറഞ്ഞ ഒരു ശാരീരികമായിട്ടുള്ളൊരു ഘടനയിലൊരു വ്യത്യാസം സംഭവിച്ചത്. സോ എൻ്റെ ശരീരത്തിലെ പേശികളുടെ അളവ് വർദ്ധിക്കുന്നു, അതോടൊപ്പം തന്നെ എൻ്റെ ശരീരത്തിലെ മൊത്തത്തിലുള്ള കൊഴുപ്പിൻ്റെ അളവ് കുറയുകയാണ് ചെയ്തത്. എന്താണ് പേശികളുടെ പ്രാധാന്യം? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെറ്റബോളിക് ഓർഗൻ എന്ന് പറയുന്നത് പേശികളാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചു, മെറ്റബോളിക് ഹോർമോണെ കുറിച്ച് സംസാരിച്ചു, ഇൻസുലിനാണ്. മെറ്റബോളിക് ഓർഗൻ മസിലാണ്. മസിലിനൊരു വളരെ വലിയൊരു പ്രസക്തിയുണ്ട്. നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന, നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയുന്ന ശരീരത്തിലെ ഒരേ ഒരു അവയവം മസിൽസ് അല്ലേ? അത്ര പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ആരോഗ്യ മേഖലകളിൽ, ഹെൽത്ത് സർക്കിളിൽ, എന്തിനൊരു ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിൽ പോലും പേശികളെക്കുറിച്ച് അധികം ഇന്നത്തെ അവസ്ഥയിൽ പലപ്പോഴും സംസാരിക്കാറില്ല. മസിൽ ക്യാൻ ബി കോൾഡ് ആസ് എൻ ഓർഗൻ ഓഫ് ലോഞ്ചിവിറ്റി. നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, രോഗപ്രതിരോധ സംവിധാനം, എന്തിനാണ് നമ്മുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ്, മൂഡ്, ടെമ്പർമെൻറ്റ്, ഇമ്മ്യൂൺ സിസ്റ്റം, ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻ മസിൽസാണ്. അപ്പോൾ ഏറ്റവും നിങ്ങളുടെ ആരോഗ്യത്തിൽ ഒരു പ്രസക്തമായൊരു ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, നിങ്ങളുടെ ശരീരത്തിൽ ആവശ്യത്തിനനുസരിച്ച് മസിൽസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇത് കണ്ടുപിടിക്കുക. ഇത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു ഐഡിയൽ ആയിട്ടുള്ള ലെവൽസിലോട്ട് നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നല്ല ഒരു ആരോഗ്യമുള്ള മസിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽത്തുള്ള ഒരു പുരുഷനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരഭാരത്തിൻ്റെ ഒരു 45 മുതൽ 50% സ്കെൽട്ടൺ മസിൽസ് ആയിരിക്കണം.
ഹാർമണി സംബന്ധിച്ച് ഇവിടെ വരുന്ന ക്ലയൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളൊന്ന് അവരുടെ ബോഡി കോമ്പോസിഷൻ അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡയബറ്റിക് റിവേഴ്സൽ പ്രോഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ എത്ര സ്കെൽട്ടൺ മസിൽസ് ഉണ്ട് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഭക്ഷണ രീതികളിലും പോഷക രീതികളിലും ഈ മസിൽസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു പരാജയമായിരിക്കും എന്ന് വ്യക്തമായ ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഇവിടെ നമ്മൾ ഡയബറ്റിസ് റിവേഴ്സൽ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത് തന്നെ. നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ്, നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി ബഡ്ജറ്റിംഗ് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെയും കുടിക്കുന്ന പാനീയങ്ങളിൽ കൂടെയും നിങ്ങളുടെ ശരീരത്തിൽ എത്രമാത്രം കാലറിയാണ് ഉള്ളിൽ എത്തിച്ചേരുന്നത്, നിങ്ങളുടെ ശരീരം ഇപ്പോൾ എത്രമാത്രം കാലറി ആവശ്യമുണ്ട് അല്ലെങ്കിൽ ചിലവഴിക്കുന്നു എന്നുള്ള ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങളാവാം, ബേസിക് മെറ്റബോളിക് ആക്ടിവിറ്റി ആവാം, ഒരു ദിവസം നമ്മൾ നടക്കുന്ന മറ്റ് ചലനങ്ങൾ കൂടെ ചിലവഴിക്കുന്ന ഊർജ്ജമാവാം, അതോടൊപ്പം നമ്മൾ ആക്റ്റീവായിട്ട് എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ ഫിസിക്കൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൂടെ ചിലവഴിക്കും. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ കാലറി ഔട്ട് എന്ന് പറയുന്നത്. പല ആൾക്കാരുടെയും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും പഠനങ്ങളിൽ നിന്നൊക്കെ പറയുന്നത് പല ആൾക്കാരും ഓവർ നറിഷ്ഡാണ് എന്ന് പറഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് കാലറിയാണ് ഭക്ഷണം ഉള്ളിലേക്ക് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എനർജി ബാലൻസ് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റാറില്ല. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാലറി മാത്രമല്ല പ്രധാനപ്പെട്ട വിഷയം, മറ്റ് പ്രധാനപ്പെട്ട മറ്റ് വേരിയബിൾസും ഉണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാലറിയെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ നിങ്ങൾ അറിവിലില്ലാതെ ഒരുപാട് കാലറി ഉള്ളിലെത്തിയാൽ നിങ്ങൾക്കൊരിക്കലും നല്ലൊരു ആരോഗ്യപരമായ രീതിയിൽ പോകാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും നിങ്ങൾ ചിലവഴിക്കുന്ന ഭക്ഷണവും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാകേണ്ട ആവശ്യമാണ്. മിനിമം ഒരു 500 750 കാലറി എങ്കിലും ഡിഫറൻസ് ഉണ്ടാകേണ്ട ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ എത്തിച്ചേരുന്ന കാലറിയെക്കുറിച്ചുള്ള ചില കണക്കുകൾ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ വിഷയത്തെക്കുറിച്ച് നേരത്തെ അറിയാത്ത ഒരാൾക്ക് ഞെട്ടിപ്പോവും. ഒരു ഉദാഹരണത്തിന്, നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ഉച്ചഭക്ഷണം, ഒരു മേ ബി ഒരു 200 ഗ്രാം ചോറും കുറച്ച് കറികളോ ഫിഷോ എന്തെങ്കിലും ചേർത്ത് കഴിക്കുന്ന ഒരു നേരത്തെ മീൽസിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന ഏകദേശം 1000 കാലറിയാണ്. നമ്മളൊരു ടിപ്പിക്കൽ കേരള ബ്രേക്ക്ഫാസ്റ്റ്, ഒരു 3-4 ഇഡ്ഡലിയോ ദോശയോ അപ്പമോ ഇടിയപ്പമോ അതിൽ കൂടെ എത്തിച്ചേരുന്നത് ചുരുങ്ങിയതൊരു 500 കാലറിയെങ്കിലും വരും. ഒരു ബിരിയാണി ആണെങ്കിൽ ഡെഫിനറ്റ്ലി 1000 കാലറിക്ക് മുകളിലേക്ക് പോകും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ള രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് സ്മൂത്തി. കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് ഓട്സും പാലും നട്ട്സും ഒക്കെ ഇട്ടുണ്ടാക്കുന്ന സ്മൂത്തിയിൽ കൂടെ ഏകദേശം 400 മുതൽ 600 കാലറി കയറാറുണ്ട്. പിന്നെ വൈകുന്നേരങ്ങളിലും ഇടനേരങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന 2 വടയോ പഴംപൊരിയോ ഒരു ചായയിൽ കൂടി എത്തിച്ചേരുന്നത് അതും ഏകദേശം 250 മുതൽ 300 കാലറി ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കണക്കുകളിലൊക്കെ തന്നെ വളരെയധികം വേരിയേഷൻസ് ഉണ്ടാവാം. ഞാനൊരു പൊതുവായ കണക്കാണ് പറയുന്നത്. പിന്നെ ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ കാണാവുന്ന ഒരു 4 പീസ് ബ്രൗൺ ബ്രെഡും 2 മുട്ടയും കുറച്ച് ജാമോ ബട്ടറും കൂടെ ആണെങ്കിൽ അതും വരും 500 കാലറി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു ശരാശരി മലയാളി ഞാൻ ഈ പറഞ്ഞ ദ സോ കോൾഡ് ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഡയറ്ററി പാറ്റേണിൽ കൂടി എങ്ങനെ നോക്കിയാലും ഒരു 3000 മുതൽ ഒരു പക്ഷേ 4000 കാലറി വരെ ഒരു ദിവസം ഭക്ഷണത്തിൽ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഈ 3000 മുതൽ 4000 കാലറി എന്താണ് ഇതിനകത്ത് പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിൻ്റെ വലിപ്പം മനസ്സിലാകണമെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ബേസിക് ആക്ടിവിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് മെറ്റബോളിക് ആക്ടിവിറ്റി, ഒരുപക്ഷെ അത്യാവശ്യം ഫിസിക്കലി ആക്റ്റീവായിട്ട് നടക്കുന്നതൊക്കെ ഒരാളാണ്, 1 മണിക്കൂർ എക്സസൈസും കൂടെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഏകദേശം അദ്ദേഹത്തിന് വേണ്ടി വരുന്നത് ഒരു 2500 കാലറി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ നല്ലൊരു ഭൂരിഭാഗം ആൾക്കാരും എനർജി സർപ്ലസിലാണ്. ഈ വസ്തുത അറിയില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ എത്രമാത്രം കഠിനമായി ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ ചെയ്താലും ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടത്ര വിജയം ഉണ്ടാകണമെന്നില്ല. ഇന്ന് നിങ്ങൾ കുറച്ച് ഉത്സാഹമുള്ള ഒരാളാണെങ്കിൽ, കുറച്ച് പഠിക്കാനൊക്കെ മനസ്സിലാക്കാനും തയ്യാറുള്ള ഒരാളാണെങ്കിൽ നമുക്കിന്ന് ഇഷ്ടം പോലെ നല്ല ക്വാളിറ്റി ഇത്തരത്തിലുള്ള എനർജി കാൽക്കുലേഷൻ ആപ്പുകൾ ഇന്ന് അവൈലബിളാണ്. അതിൽ കൂടെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 15 to 20 ഡേയ്സ് എങ്കിലും നിങ്ങൾ കഴിക്കുന്ന നല്ലതെന്ന് കരുതുന്ന ഭക്ഷണത്തിൽ കൂടെ എത്ര കാലറി വരുന്നുണ്ടെന്ന് നോക്കിയാൽ നിങ്ങളെ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടു പോകും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഗാഡ്ജറ്റ്സിൽ കൂടെ നമ്മൾ ചിലവഴിക്കുന്ന കാലറി ഒന്ന് കൂട്ടി നോക്കൂ. ഞാനിപ്പോൾ പറഞ്ഞ എനർജി ബഡ്ജറ്റിൽ നിങ്ങൾ ആശയക്കുഴപ്പം ഉണ്ടാക്കിയെങ്കിൽ നിങ്ങൾക്ക് ഈ കാലറി കൗണ്ടിങ്ങും ഇതുപോലത്തെ ആപ്പുകളും ഗാഡ്ജറ്റ്സുകളൊന്നും ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ ലളിതമായൊരു കാര്യം പറയാം.
ഹാർമണിയിൽ ഞങ്ങൾ ഒരു വ്യക്തിയെ പഠിപ്പിക്കുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഡയറ്റ് 1 എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണം, 3 നേരം കഴിക്കുന്ന ഭക്ഷണം എന്ന് വിചാരിക്കുക, അതൊരു പ്ലേറ്റിൽ നിരത്തി വെക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു 50-60% മിനിമം പലതരത്തിലുള്ള പച്ചക്കറികളും ഇലക്കറികളും അധികം മധുരമില്ലാത്ത കുറച്ച് പഴങ്ങളും കൂടെ ചേർക്കുകയും ഒരു നല്ല പ്രോട്ടീൻ അടങ്ങുന്ന ഒരു ഘടകം തീർച്ചയായിട്ടും എല്ലാ മീലിലും വേണം, ഒരു 30-50 ഗ്രാം എങ്കിലും പ്രോട്ടീൻ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഘടകവും വളരെ പരിമിതമായ രീതിയിൽ അറ്റ്ലീസ്റ്റ് ഒരു നേരം മാത്രം തവിട് കളയാത്ത ധാന്യങ്ങളും പിന്നെ നമുക്ക് ടേസ്റ്റ് ഉണ്ടാക്കാനും നമുക്ക് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെൽത്തി ഫാറ്റ്സും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കണക്കെല്ലാം അവിടെ നടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാലറി കൗണ്ടിങ്ങിലോട്ട് പോകണം നിർബന്ധമൊന്നുമില്ല. ഡയറ്റ് 1നെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനോടൊപ്പം ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ സംസാരിച്ച ഈ 4 പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സ്, അതായത് ഇൻഫ്ലമേഷൻ, മെറ്റബോളിസം, മസിൽസ്, എനർജി ബഡ്ജറ്റിംഗ്, ഈ 4 കോൺസെപ്റ്റുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഹാർമണിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മളുടെ ഇവിടെ വരുന്ന ഓരോ ക്ലയൻസിനും വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡിസൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രീയത ഉള്ളത് കൊണ്ട് തന്നെ ആൾക്കാരിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള റിസൾട്ട്സ് ക്രിയേറ്റ് ചെയ്യാനും നമ്മളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.